ഇത് എന്ത് വൈബ്? ട്രക്കിംഗ് വൈബ്. എന്ത് വൈബ്? ട്രക്കിംഗ് വൈബ്. നമ്മൾ ഈ ഇറക്കം ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇപ്പൊ എവിടെയാണ് അറിയാം? പന്നിമല. നമ്മൾ പന്നിമല. അയ്യോ വീടല്ലേടാ, പേടിക്കണ്ട. സൂര്യൻ, നല്ല ക്ലൈമറ്റ് അല്ലേ, മഴയും സൂര്യനും കൂടെ ഉള്ള ഒരു ഗൈസ്. നമ്മൾ ബാക്ക് സീറ്റിലാണ് ഗൈസ്. എന്നെ അവൻ ഫ്രണ്ട് സീറ്റിലാണ് ഗൈസ്. ഒളി എന്ത് ഫീൽ അളിയാ ഇതേപോലെ ക്ലൈമറ്റ് ഞാൻ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഇതൊന്നും ഒന്നും അല്ലടാ, ഇതൊന്നും ഒന്നും അല്ല. നമ്മൾ ഈ കൂനിച്ചുമലയാണ് കയറാൻ പോണം. കൂനിച്ചുമല, അവിടെ ഉള്ളൊരു വൈബ് ക്ലൈമറ്റ് നിനക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മൾ എവിടെയാടാ പോണേ ഇപ്പൊ? നമ്മളിപ്പോ ഇന്ന് നമ്മൾ കയറുന്നത് മലയുടെ പേരാണ് കൂനിച്ചുമല. കൂനിച്ചുമല. ഇപ്പം മൂക്കും കുത്തി വീണേലേ. ഈ മലയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലയാണ്. ഇത് ഈ മലയിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് 3 മലകളെ കാണാൻ പറ്റും. അതെ അതെ, അല്ല ഇതും കൂടെ ചേർത്ത് 3 മല. കൂനിച്ചുമല, മദമല ആൻഡ് എന്തോ കാര്യം പറഞ്ഞായിരുന്നു, കൊണ്ടകെട്ടിമല. നമ്മളിനി ടോപ്പിൽ പോകാൻ പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു 5-5:30 മണിയായി. ഇവിടത്തെ ഒരു കാലാവസ്ഥ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഇരുട്ടുന്നൊരു കാലാവസ്ഥയാണ് അല്ലേടാ. ഇവിടെ അട്ട കടിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പയ്യന്താ കണ്ട ബൂട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. ഇത് എന്ത് വൈബ്? ട്രക്കിംഗ് വൈബ്. എന്ത് വൈബ്? ട്രക്കിംഗ് വൈബ്. നമ്മള് ഇപ്പം കേറുന്നുണ്ട്, തിരിച്ച് ഇറങ്ങോ ഇല്ലേ എന്നുള്ളത് നാളെ നമ്മൾ വ്ളോഗിടുമ്പോൾ അറിയാൻ പറ്റും. തിരിച്ച് ഇറങ്ങിയോ ഇല്ലേ എന്നുള്ളത്. അത് നമ്മൾ കയറുന്ന ഈ സമയത്ത് തന്നെ ഒരു 5:30, ഒരു ഇരുട്ടിൻ്റെ ഒരു അന്തരീക്ഷം ഉണ്ടല്ലേ, ഒരു ഇരുണ്ട ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ. നമ്മളെ ഫുൾ സേഫ്റ്റിയോടെയും അതെ, ഫുഡും കാര്യങ്ങളും വെള്ളവും എല്ലാം നമ്മൾ കൊണ്ടുപോകുന്നുണ്ട്. എല്ലാം ഉണ്ട്. ഇവിടുത്തെ ഒരു ടെറൈൻ കണ്ടില്ലേ, ഫുള്ള് കാടാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. നമ്മൾ പ്രേതങ്ങളും മാത്രം. സംഭവം വൈബാണ്, കളറാണ്, അടിപൊളിയാണ്. സ്പോട്ടൊക്കെ വിഷയമാണ്. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ജില്ലയിൽ തന്നെ ഇപ്പം ഏകദേശമുള്ള ട്രക്കിംഗ് ഏരിയകളിലൊക്കെ ഇപ്പം ഒരുപാട് ട്രാവലേഴ്സൊക്കെ വന്നു പോകുന്നൊരു സ്പോട്ടാണ് കുനിച്ചി. എല്ലാവർക്കും അറിയാവുന്ന സ്പോട്ടാണ്. അടിപൊളി സ്ഥലമാണ്. കണ്ടില്ലേ, ഫുള്ള് കാടാണ്, ഫുള്ള് പ്രൈവസിയാണ്, ഫുള്ള് കാടാണ്. നമ്മൾ മാത്രമേ ഉള്ളൂ ഗൈസ്. നമ്മുടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഇരുട്ടണതിന് മുമ്പ് മുകളിലെത്തണം. എന്നാലേ നമുക്ക് ആ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിക്കാനും കാണാനും പറ്റുള്ളൂ. ആ, നല്ല കിളികളുടെ കളകളാരവം കണ്ട. ഇല്ല ഇട്ടില്ല. ഒരുപാടുണ്ടോ, കുറച്ചുകൂടെ ഉണ്ട്. പക്ഷേ നീ ഇങ്ങനെ തളരാതെ, ഈ താളച്ചയൊന്നും അറിയില്ല മുകളിലെത്തുമ്പോൾ. അത്രയ്ക്ക് അടിപൊളി വ്യൂ ആണ് മുകളിൽ. അവിടെ എത്തുമ്പോൾ നീ ഇപ്പം ഈ തളർന്നില്ലേ, അതൊന്നും ഒന്നും അല്ല. ഈ തളർച്ചയൊക്കെ സഹിച്ചത് ഇത്രയും നല്ലൊരു വ്യൂ കാണുമ്പോൾ നീ എല്ലാം മറക്കും. പിന്നെ അവിടെ നിന്ന് വരാൻ നിനക്ക് തോന്നില്ല. എടാ, വ്ലോഗ് തുടങ്ങിയത് നമ്മൾ ഒന്നിച്ചാണെങ്കിലും ഈ യാത്ര തുടങ്ങിയത് നമ്മൾ ഒന്നിച്ചാണെങ്കിലും ഇത് തീർക്കണതും നമ്മൾ ഒന്നിച്ച്. ആ, വാ. മരത്തിൻ്റെ ഒരു വലിപ്പം കണ്ടോ, എത്ര വർഷം മുമ്പുള്ള മരമാണെന്നറിയാമോ? ഇവിടെയൊന്നും മനുഷ്യൻ പെട്ടെന്നൊന്നും പെടാത്തത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള സസ്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നമ്മളിപ്പോൾ നടന്ന് എവിടെയോ എത്തി. കാട് നമ്മൾ എവിടാണ് ആവോ. പിന്നെ ഞങ്ങൾക്ക് 2 ചുമട്ട് തൊഴിലാളികളെ ഇവിടെ നിന്ന് കിട്ടിയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ട്. അതെ, ട്രിവാൻഡ്രം ജില്ലയിൽ നിങ്ങൾ കൂനിച്ചുമലയിൽ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പേടിക്കണ്ട. ഇവിടെ നമ്മൾ എവറസ്റ്റ് കയറുമ്പോൾ ഷേർപ്പകളെ കിട്ടുന്നത് പോലെ ഇവിടെ കൂനിച്ച് കയറുമ്പോൾ 2 ഷേർപ്പകളെ ഇവിടെ നിന്ന് വാടകയ്ക്ക് എടുക്കാൻ പറ്റും. എവിടെ ഒരു ഷേർപ്പ കാണിക്കൂ. ഒരു ഷേർപ്പയുടെ റേറ്റ് എത്രയാണ്? ഇത് കണ്ണൂർ, ഇത് ട്രിവാൻഡ്രം, കൊല്ലം. ഏകദേശം ഒരു 6 മണി അടുപ്പിച്ചായി. നമ്മൾ
1 മണിക്കൂറിനകത്ത് നമുക്ക് മുകളിൽ എത്തണം. എന്നാലേ നമുക്ക് അവിടുത്തെ ഒരു വ്യൂ ഒക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നമ്മളിപ്പോൾ മാതാമലയുടെ മേലെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കിണറും മാതാവിൻ്റെ ഒരു സ്റ്റാച്ചു ഒക്കെ ഉണ്ട്. മാതാവിന്റെ സ്റ്റാച്ചു ഇതല്ല മാതാവിൻ്റെ സ്റ്റാച്ചു, ഇതാണ് മാതാവിൻ്റെ സ്റ്റാച്ചു. അതെ, ഇതല്ല. യേസപ്പ ക്രിസ്ത്യാനികളുടെ പ്രാക്കും കൂടെ കേട്ടാക്കാൻ വേണ്ടി തറക്കേണ്ടി വരും. ഇതാണ് ഇവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ. ഞങ്ങൾ കയറി നടന്ന് ഒരുപാട് തളർന്നു വന്നു. അപ്പോൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് മുകളിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഉച്ചയ്ക്ക് ചോറൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് രാവിലെ 5 മണിക്ക് എണീറ്റ് ഫുഡൊക്കെ കുക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഒരു അബദ്ധം പറ്റിപ്പോയി. അവസാനം അത് അബദ്ധം പറ്റിയത് നമ്മളെ കൊച്ച് പറഞ്ഞു തരും. എന്താ? ഫുഡ് എടുക്കാൻ മറന്നുപോയി. രാവിലെ 5 മണിക്ക് കുക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി വെച്ചിട്ട് അവസാനം ഇറങ്ങി വരാൻ നേരത്ത് ഫുഡ് എടുക്കാൻ മറന്നുപോയി. ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ മാതാമലയിൽ ഒരു ക്ഷീണവും ഇല്ലാണ്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിരിക്കുകയാണ്. നീ ഫുഡ് കഴിക്കണമെന്ന് പറ, ക്ഷീണമില്ലെന്ന് പറ. ഒരു അതല്ല ഒരു ക്ഷീണമില്ല. അയ്യോ ക്ഷീണമോ? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ് പറയും? നല്ല എക്സ്പീരിയൻസ്. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സത്യത്തിൽ എൻ്റെ വീട് ഇവിടെ ആണെങ്കിലും ഞാൻ ആദ്യമായിട്ടാണ് ഈ മലയിൽ കയറുന്നത്. പക്ഷേ ഈ പിള്ളേരുടെ അടുത്ത് ഞാൻ 2-3 തവണ കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞു. വഴി പോലും അറിഞ്ഞൂടാ. മിക്കവാറും എല്ലാവരും ഒന്ന് മരിക്കും. ശരി, അശ്വതി വേണ്ട. എങ്ങനെയുണ്ട്? ചെറുതായിട്ട് മൂഞ്ചി എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ഇനി അങ്ങനെ നമ്മുടെ നയിച്ചുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ അശ്വതിയോട് ചോദിക്കാം. അശ്വതി പറയൂ 2 വാക്ക് നന്ദിയും കൂടെ. നന്ദി, നമസ്കാരം. നന്ദി ഞാൻ അവസാനം പറയുന്നതായിരിക്കും. ആദ്യം എക്സ്പീരിയൻസ് പറയാം. വളരെ മികച്ചൊരു നടനായിരുന്നു. ഈ യാത്ര ഞങ്ങളെ കൊണ്ടുപോയല്ലോ, ചേട്ടന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. ഫസ്റ്റ് ടൈമാണ് ഇവിടെ കയറുന്നത്. ഞാൻ ആദ്യമായി അവസാനമായി. അങ്ങനെ കൈ നമ്മളെ എല്ലാവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എൻ്റെ എക്സ്പീരിയൻസ് പറയാം. ഇതൊക്കെ എനിക്ക് സിമ്പിൾ. നമ്മളങ്ങനെ കൂനിശിമലയുടെ ഒരു ബേസ് എന്നുള്ള രീതിയിലുള്ള ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ കണ്ട നമ്മളൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തമിഴ്നാട് നെട്ട ഡാം ഭാഗം, ഇത് നമ്മുടെ കേരളത്തിൻ്റെ ഭാഗം. ഇത് നമ്മളെ ടീം. എല്ലാവരും ഹായ് പറ. ഹായ്. ഇതാണ് നമ്മളെ കൂനിച്ചിമലയുടെ ഒരു സൂസൈഡ് പോയിന്റ് എന്നുള്ളൊരു സ്ഥലം. ഒരുപാട് പേര് ഇവിടെ മരിച്ചിട്ടുണ്ടെന്നാണ് ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളത്. ഇടേ പോവല്ലേ. നമ്മളിവിടെ എത്തിയപ്പം അത്യാവശ്യം നല്ലൊരു സൺസെറ്റ് ഒക്കെ കഴിഞ്ഞു. ആ ഒരു വ്യൂ കാണാൻ വേണ്ടി എത്തിയിട്ട് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടെ. എല്ലാ വീടുകളിലും ലൈറ്റ് തെളിയുന്നുണ്ട്. കണ്ടില്ലേ, ഒരു വിഷ്വൽ ബ്യൂട്ടിയാണ്, നാച്ചുറൽ ടച്ച്. ഇതാണ് കൊണ്ടകെട്ടിമല. ഇവിടെ ഉള്ളതിൽ ഏറ്റവും വലിയ മലയാണ് കൊണ്ടകെട്ടിമല. ഹായ്, ഇത് ഫോൺ ബ്ലോഗറാണ്. അങ്ങനെ നമ്മൾ കുരിശുമല ഈയിടെ കേൾക്കുകയാണ്. നമ്മളിവിടെ എത്തി ഗായ്സ്. ഇതാണ് പർദീസ. വഴി
ഗൗതം ആ അങ്ങനെ നമ്മൾ ഗൗതത്തിനെ കണ്ടെത്തിയിരിക്കുകയാണ് ഗായ്സ്. ഇല്ല നീ ഇതുവരെ വാ, നീ വാ. ജസ്റ്റ് ഒരു സപ്പോർട്ട് ചെയ്തതാ. എന്നാലും ഇറക്കമില്ലേ, ഇറക്കം എനിക്ക് മനസ്സിലാവും ബുദ്ധിമുട്ട്. നമ്മളിപ്പോൾ കുരിശുമലയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നുള്ള ആകാശത്തിൻ്റെ ഒരു വ്യൂ ഉണ്ടോ, എന്ത് ബ്യൂട്ടിഫുൾ അല്ലേ. ഇതൊക്കെ നമ്മുടെ ട്രിവാൻഡ്രത്താണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരുപക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ട്രിവാൻഡ്രം ജില്ലയിൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ബ്യൂട്ടിഫുൾ സ്ഥലം അത് മാതാമല, കൊണ്ടേട്ടിമല, ഈ ഒരു വെള്ളറ പ്രദേശത്തുള്ള ഈ മലനിരകളാണ്. ട്രിവാൻഡ്രം ജില്ലയിലായിരുന്നാലും കേരളത്തിലായിരുന്നാലും ഈ ട്രാവൽ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഉണ്ടല്ലോ, അവരൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണിത്. നമ്മൾ കുറച്ച് ടയേർഡാവും കയറുമ്പോൾ, എന്നാലും ഇവിടെ എത്തുമ്പം കിട്ടുന്നൊരു ഒരു 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 സന്തോഷമുണ്ടല്ലോ, അതൊരിക്കലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ബ്യൂട്ടിഫുള്ളാണ്. അടിപൊളി. ഞാൻ ഡേ ടൈമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അയ്യോ ചെറുതായിട്ടൊന്ന് വീണതാ. ഡേ ടൈമൊക്കെ ഞാനിവിടെ വന്നിട്ടുണ്ട്, പക്ഷേ നൈറ്റ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഇവിടെ വരുന്നത്. ഡേയുടെ വ്യൂ മാത്രം നമ്മൾ ആസ്വദിച്ചാൽ പോരല്ലോ, നൈറ്റ് വ്യൂവും കൂടെ നമുക്കൊന്ന് എൻജോയ് ചെയ്യണ്ടേ. ഫുൾ വ്യൂ ഉണ്ടോ? ഇത് ഫുള്ള് ട്രിവാൻഡ്രം ജില്ലയുടെ ഒരു വ്യൂ ആണ്. ഈ സൈഡ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ നെയ്യാർ ഡാം ഭാഗമൊക്കെ ഇല്ലേ, നെയ്യാർ ഡാമിൻ്റെ ആ ഒരു റിസർവോയറും ആ ഒരു ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ ഈ വ്യൂവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ ഫ്രണ്ട്സാണ്. ഈ കൊളുക്കുമലയിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഉള്ളൊരു ഒരു ഒരു ഇതില്ലേ, ഒരു ചെറിയൊരു സ്പോട്ട്, ആ ഒരു സ്പോട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാത്രി കപ്പിൾസായിട്ടും ഫ്രണ്ട്സായിട്ടും വൈബ് അടിക്കാനും ക്യാമ്പ് സെറ്റ് ചെയ്യാനൊക്കെ പറ്റിയ വിഷയ സ്ഥലമാണ് അല്ലേടാ മച്ചാനെ? അതെ. ഏറ്റവും ലാസ്റ്റ് കിടന്ന പയ്യനാണ്. അതെ, സിംഗിളാണ്. ആർക്ക് വേണമെങ്കിലും കൂടെ വരാം. ഏറ്റവും ലാസ്റ്റ് കയറാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നടന്ന പയ്യനാണ്. ആദ്യം ഞങ്ങളെ എല്ലാം ഓവർടേക്ക് ചെയ്ത് ഫസ്റ്റ് ഇവിടെ എത്തി. ഞങ്ങളൊരു ബെറ്റ് വെച്ചായിരുന്നു 2000 രൂപ ആദ്യം എത്തുന്ന ആൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. വിന്നർ അത് അതിൻ്റെ വിന്നറാണ് ഇതാ നിൽക്കുന്നത്. പക്ഷെ പൈസ നീ ചോദിച്ച് എന്നെ വാങ്ങണം കേട്ടോ, തരാം. നമുക്ക് ഇന്നോടെ സ്റ്റേ അടിച്ചാലേ.